പ്രത്യാശ നാടത് സ്വർഗം, എന്റെ പ്രത്യാശ വീടത് സ്വർഗത്തിൽ, എന്റെ പ്രത്യാശ പുരുഷൻ യേശു, എന്റെ പ്രത്യാശ യേശുവിൽ മാത്രം. എന്തോ ഉണർവ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൈയൊക്കെ കുലുക്കി, കൈയൊക്കെ അട്ടിച്ച് പൊട്ടിച്ച് ഭയങ്കര എക്സ്റ്റസി ഉണ്ട്. പക്ഷേ ലൈഫില്ല. കാര്യം എന്നറിയാമോ? ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചു കിടക്കുകയാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ കാണും, പക്ഷേ ടെസ്റ്റിമണി ഇല്ല, ജനങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യമില്ല. ഇന്നിപ്പം വിശ്വാസി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, അവനും വിശ്വാസിയല്ലയോ? ഇല്ലേ? ടെസ്റ്റിമണിയില്ല. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവർ. അതുകൊണ്ട് കർത്താവിൻ്റെ ഉപദേശം എന്താണ്? നിങ്ങൾ മരിച്ചവൻ്റെ കൂടെ കിടക്കരുത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ഉണർന്ന്. ആദ്യം ഉണരണം. വിശ്വാസികളെന്ന് പറയുന്നവരിൽ നിന്ന് തന്നെ, മരിച്ചവരിൽ നിന്ന് നീ ഉണരണം, എഴുന്നേൽക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എഫെസ്യർ 5-ാം അധ്യായത്തിൽ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ ഉണരുന്നത് എങ്ങോട്ടാ? ക്രിസ്തുവെങ്കിലേക്കാ ഉണരേണ്ടത്. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടത് ക്രിസ്തുവാണ്. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ക്രിസ്തു എൻ്റെ മേൽ നിരന്തരം പ്രകാശിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. ക്രിസ്തു എൻ്റെ മേൽ നിരന്തരം പ്രകാശിക്കുന്ന അവസ്ഥയുണ്ടാകണം. നമ്മുടെ എഫെസ്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുവിൻ. സൂക്ഷ്മത്തോടെ, ലുക്ക് ദെയർ ഫോർ കെയർഫുള്ളി. നമ്മൾ എവിടെ കിടക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. മരിച്ചു കിടക്കുക, അവൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഉറങ്ങുന്നവനെ ഉണർത്താം, പക്ഷെ മരിച്ചു കിടക്കുന്നവന് എന്തോ ചെയ്യാൻ പറ്റും? അവൻ പോട്ടെന്ന് വെക്കണം. അല്ല, എന്തോ ചെയ്യാൻ? അവൻ പോട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉപേക്ഷിച്ച് കളയണമെന്നല്ല പറഞ്ഞത്. ചിലർക്ക് അതാ, അവൻ മരിച്ചവനാ. പറ മോനെ, നീ മരിച്ചു കിടക്കുകയെന്ന് പറ. ഇച്ചിരെങ്കിലും ഉണർച്ച ഉണ്ടെങ്കിൽ അവന് മനസ്സിലായാൽ മനസ്സിലാകട്ടെ, പറഞ്ഞു. പക്ഷെ അവൻ്റെ കൂടെ കിടക്കരുത്. കൂടെ കിടന്നാൽ നീയും അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുമെന്നുള്ളതാണ്. നമ്മൾ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയുന്നത്. അജ്ഞാനികളായിട്ട്, സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട്, സൂക്ഷ്മത്തോടെ. ബി കെയർഫുൾ. നമ്മുടെ പ്രശ്നം, ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ ഭയങ്കര കെയർഫുള്ളാണ്. നമ്മുടെ ഫുഡിനെ കുറിച്ച് നമ്മൾ കെയർഫുള്ളാണ്, എഡ്യൂക്കേഷനെ കുറിച്ച് കെയർഫുള്ളാണ്. അയ്യോ എൻ്റെ ദൈവമേ, എന്തൊരു കെയർഫുള്ളാണ്. വാട്സാപ്പിനകത്തെല്ലാം ഹെൽത്ത് ടിപ്സാണ് വരുന്നത് മുഴുവൻ. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെല്ലാം അതാ ഹെൽത്ത് ടിപ്സാണ്. പക്ഷേ ആത്മീയ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കെയർഫുൾ അല്ല. ആത്മീയ മരണത്തെക്കുറിച്ച് അജ്ഞാനികളാണ്. ബി കെയർഫുൾ. നമ്മൾ അജ്ഞാനികളാകരുത്, നമ്മൾ ജ്ഞാനികളായിരിക്കണം. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ക്രിസ്തു എന്നാൽ ഉറങ്ങുന്നവനെ ഉണർന്ന്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രയും നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇത് ദുഷ്കാലമാണ് തീർച്ചയായിട്ടും. വല്ലാത്ത ഒരു ലോകമായത്. ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ബുദ്ധിഹീനരാകരുത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവീൻ. അത് പ്രവൃത്തിയിലാക്കണം, പ്രാക്ടിക്കലാക്കണം. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ച്, എഫെസ്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചതാണ്. പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. മക്കൾ അനുസരിക്കുന്നത് പോലെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അശുദ്ധിയും ദൈവേഷ്ടമല്ല. 3 മുതലുള്ള വാക്യങ്ങളിലെല്ലാം അശുദ്ധിയെക്കുറിച്ച്, ആകയാൽ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുതെന്ന.
ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇതൊക്കെ പേർ പറക പോലും അരുത്. ബ്ലെയിംലെസ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ളവർ പോലും ഇത് പറയരുത്, അവൻ അങ്ങനെയാണെന്ന് പറയരുത്. നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം ഒരാൾ പറയുമ്പോഴത്തേക്ക് അവൻ ഒരിക്കലും ഒരാളെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വരുന്നു, അവൻ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, എന്നാലും ഞങ്ങളെപ്പോലെ തന്നെയാണ്. അങ്ങനെയല്ല. അശുദ്ധിയും ദുർനടപ്പും പേർ പറക പോലും അരുത്. 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊന്നുമല്ല വേണ്ടത്. ദൈവഹിതം എന്താണ്, സ്തോത്രമത്രേ വേണ്ടത് എന്നാണ് പറയുന്നത്. യു ഗിവ് താങ്ക്സ് ഫോർ എവറിത്തിങ്. 5-ാമത്തെ വാക്യത്തിൽ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായി ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നറിയുന്നുവല്ലോ. അശുദ്ധന് ദൈവരാജ്യത്തിൽ കയറാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ഭാഗവും നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അതിനകത്ത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് സൂക്ഷ്മത്തോടെ, നമ്മൾ അജ്ഞാനികളായിട്ടല്ല. 6 മുതലുള്ള വാക്യങ്ങളിൽ വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, വഞ്ചിക്കപ്പെടരുത്. പാപം ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. വ്യർത്ഥ വാക്കുകളാൽ. പൗലോസ് യാതൊരു അശുദ്ധനും അതിനകത്ത് കടക്കത്തില്ല. ആളുകൾ വന്ന് പറയും, അത് കുഴപ്പമില്ല ബ്രദറെ, കർത്താവ് നമുക്ക് പകരം മരിച്ചതല്ലേ. ഈയിടെ ഒരുതം പറയുന്നത് കേട്ടു, 2000 വർഷം മുമ്പ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ടു, അതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകും, ഏറ്റവും ഒടുവിൽ സാത്താനും അങ്ങ് സ്വർഗത്തിൽ പോകുന്നു. ഒരുത്തം പറഞ്ഞതാ. ആരും നരകത്തിൽ പോകത്തില്ലെന്ന്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അശുദ്ധി നിങ്ങളുടെ മേൽ യാതൊരു അശുദ്ധനും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അശുദ്ധി നിങ്ങളെ ദൈവകോപം നിങ്ങളുടെ മേൽ വരുത്തും. വ്യർത്ഥവാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നേരത്തെ നമ്മൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോഴല്ല. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് 9-ാമത്തെ വാക്യത്തിൽ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടപ്പീൻ. എപ്പോഴും നമ്മൾ പരിശോധിക്കണം, എന്താണ് കർത്താവിന് പ്രസാദമുള്ളത്. അതാണ് കർത്താവിന് പ്രസാദമുള്ളതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ എന്ന് ഞാൻ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അനുസരണമുള്ള മക്കളായി, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അനുസരണമുള്ള മക്കളായി എപ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ മകനാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമായതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ അപ്പൻ വിശുദ്ധനായതുകൊണ്ട് ഞാനും വിശുദ്ധനായിരിക്കണം. ഞാൻ മകനാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കണം. മക്കളെല്ലാ നടപ്പിലും എപ്പോഴും അപ്പനെ പോലെയാകണം. എന്താണ് അപ്പൻ്റെ പ്രത്യേകത? അപ്പൻ വിശുദ്ധനാണ്, മക്കളും വിശുദ്ധരായിരിക്കണം. അപ്പൻ വിശുദ്ധനാണ്, അതുകൊണ്ട് മക്കളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, ദൈവഹിതം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, എൻ്റെ പ്രത്യാശ അതാ, കർത്താവ് വരാൻ പോകുകയാണ്. പക്ഷേ കർത്താവ് വരുമ്പോൾ, കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്നു, നിങ്ങളും വിശുദ്ധരാകുവിൻ. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ, 1 പത്രോസ് 1-ന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ.
പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ പേടി വേണം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. പ്രിയമുള്ളവരെ, എല്ലാവരും അങ്ങ് പൊക്കോളും. പാപം ചെയ്താലും യേശു നിനക്ക് പകരം പണ്ട് മരിച്ചതുകൊണ്ട് ഇനി നിന്നെ പാപിയെന്ന് വിളിക്കത്തില്ല. അതുകൊണ്ട് നീ എന്നാ പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല, പ്രവാസകാലം ഭയത്തോടെ. എന്നോട് പലപ്പോഴും പിള്ളേർ ചോദിക്കുന്ന ചോദ്യമൊക്കെയാണ്, ഇന്നാരുടെ പുസ്തകം, അത് നല്ല എഴുത്തുകാരൊക്കെയാണ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പാപം ചെയ്താലും ദൈവം നമ്മുടെ പാപം ഇതൊന്നും നോക്കിയല്ല, കൃപ. ഓൾറെഡി നമുക്ക് കൃപ കിട്ടി, അതുകൊണ്ട് നമ്മളങ്ങ് മോളിൽ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷേ പത്രോസ് പറയാണ്, മോനെ പേടിയോടെ ജീവിക്കണമെന്ന്, ഭയത്തോടെ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ. 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ യേശു മരിച്ചത് കൃപയാണ്. പക്ഷേ ന്യായം വിധിക്കുന്നത് ആ കൃപയിൽ നിൽക്കുന്നവന് അങ്ങ് പോകാം. കൃപയ്ക്ക് വിരുദ്ധമായി പ്രവൃത്തി കൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നവൻ, വിശുദ്ധ ജീവിതത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ, ദൈവഹിതം വിശുദ്ധിയിൽ ജീവിക്കാൻ. കർത്താവിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ വിശുദ്ധ ജീവിതത്തിൽ അനുദിനം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. നാം വിശുദ്ധരായിരിക്കണം. ആ ഒരു വിശുദ്ധൻ്റെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ജീവിക്കണം. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൂടെ പറയാനുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആ വിഷയങ്ങൾ പഠിക്കാം. പക്ഷെ ഇവിടെ ഞാൻ പറയട്ടെ, എന്താണ് ദൈവഹിതം? നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. God has called, the holy God called us. And now we are holy people because God called us. അവൻ വിശുദ്ധനായ ദൈവമാണ്. ആ വിശുദ്ധനായ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് നമ്മൾ വിശുദ്ധ ജനമാണ്. എന്തിനാണ് നമ്മളെ വിശുദ്ധ ജനമായി വിളിച്ചത്? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. എങ്ങനെയാണ് വിശുദ്ധരും നിഷ്കളങ്കരും ആകാൻ കഴിയുന്നത്? വിശുദ്ധ ജീവിതം ജീവിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം ജീവിക്കുന്നത്? എങ്ങനെയാണ് വിശുദ്ധ ജീവിതം അറിയുന്നത്? വിശുദ്ധ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് വിശുദ്ധ ജീവിതമെന്ന്. പക്ഷേ അത് പ്രവർത്തിക്കാനുള്ള ശക്തി വേണം. അതിനാണ് വിശുദ്ധ ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മശക്തിയിൽ പരിശുദ്ധ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആ യേശുവിനോട് കൂടെ സ്വർഗത്തിൽ എടുക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അതുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 5:15 വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. കാര്യം എന്താണ് ദൈവേഷ്ടം? നിങ്ങളുടെ ശുദ്ധീകരണമാണ്. കർത്താവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധ ജീവിതമാണ്. അതാണ് ദൈവേഷ്ടം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് വെറുതെ എഴുതിയിരിക്കുകയല്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ വരുന്നു. കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് വരുമ്പോൾ ആ വിശുദ്ധിയിൽ ജീവിക്കുന്നവന് മാത്രമേ, കർത്താവുമായി നിരന്തര സംസർഗത്തിൽ ജീവിക്കുന്നവന് മാത്രമേ, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്നവന് മാത്രമേ ആ വിശുദ്ധ ജീവിതത്തിൽ ആ വിശുദ്ധനോട് കൂടെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. നമ്മുടെ പാപങ്ങളിൽ നമ്മൾ തുടരുന്നുവെങ്കിൽ നമ്മളത് വിട്ടെഴുന്നേൽക്കണം. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ മരിച്ചവരായിരിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. നമുക്കും ചിലപ്പോൾ ഉറക്കമൊക്കെ വന്നെന്നിരിക്കും, പക്ഷേ ഉറങ്ങരുത്. കാരണം ഇത് നമ്മുടെ നിത്യതയുടെ പ്രശ്നമാണ്. നമ്മുടെ നിത്യതയിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, അതിനുവേണ്ടി അതാണ് നമ്മുടെ വിളി. എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അടിസ്ഥാനപരമായി കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യം നിത്യതയിൽ ദൈവത്തോടു കൂടെ നമ്മളായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളും. കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് നമുക്ക് പോകണം. പക്ഷെ പോകുമ്പോൾ അവിടെ നമ്മൾ ഓർക്കണം, നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ജീവിക്കുന്നവർക്കാണ് അങ്ങോട്ട് പോകാൻ കഴിയുന്നത്. അതിന് ശക്തിയില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നവരെ ആരും നിങ്ങളെ ഈ വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥ വാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. വിശുദ്ധിയിൽ ജീവിക്കണം. അതിന് പരിശുദ്ധ ആത്മാവിനെ കർത്താവ് നൽകിയിരിക്കുന്നു.
വിശുദ്ധി എന്താണെന്ന് വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിതം, വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. അങ്ങനെ നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. എന്റെ പ്രത്യാശ നാടത് സ്വർഗം, എന്റെ പ്രത്യാശ വീടത് സ്വർഗത്തിൽ, എന്റെ പ്രത്യാശ പുരുഷൻ യേശു, എന്റെ പ്രത്യാശ യേശുവിൽ മാത്രം. എന്റെ പ്രത്യാശ നാടത് സ്വർഗം, എന്റെ പ്രത്യാശ വീടത് സ്വർഗത്തിൽ, എന്റെ പ്രത്യാശ പുരുഷൻ യേശു, എന്റെ പ്രത്യാശ യേശുവിൽ മാത്രം. മാത്രം മതി എനിക്കെന്നും, യേശു മാത്രം മതി എനിക്കെന്നും, യേശു മതി മതി എനിക്കെന്നാണ്, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി എനിക്കെന്നും, യേശു മാത്രം മതി എനിക്കെന്നും, യേശു മതി മതി എനിക്കെന്നാളും, യേശു മാത്രം മതി എനിക്ക്. യേശു, എന്റെ രക്ഷകനായവനേശു, എന്റെ ഉടയവനായവനേശു, എന്റെ കർത്താവും ദൈവവുമേശു, എന്റെ സ്നേഹിതനായവനേശു, എന്റെ രക്ഷകനായവനേശു, എന്റെ ഉടയവനായവനേശു, എന്റെ കർത്താവും ദൈവവുമേശു. എന്റെ ധനവും മാനവുമേശു, എന്റെ സങ്കേതം യേശുവിൽ മാത്രം, എന്റെ ജീവിത നൗകയിൽ യേശു, എന്റെ എല്ലാറ്റിനും യേശു മാത്രം. എന്റെ ധനവും മാനവുമേശു, എന്റെ സങ്കേതം യേശുവിൽ മാത്രം, എന്റെ ജീവിത നൗകയിൽ യേശു, എന്റെ എല്ലാറ്റിനും യേശു മാത്രം. എന്റെ പ്രത്യാശ നാടത് സ്വർഗം, എന്റെ പ്രത്യാശ വീടത് സ്വർഗത്തിൽ, എന്റെ പ്രത്യാശ പുരുഷൻ യേശു, എന്റെ പ്രത്യാശ യേശുവിൽ മാത്രം. എന്റെ പ്രത്യാശ നാടത് സ്വർഗം,
എന്റെ പ്രത്യാശ വീടത് സ്വർഗത്തിൽ, എന്റെ പ്രത്യാശ പുരുഷൻ യേശു, എന്റെ പ്രത്യാശ യേശുവിൽ